ഹലോ! എന്തെല്ലാന്ന്? എഹെഹേ. അപ്പൊ രാവിലെ തന്നെ വീട്ടിന്ന് 2 ആട്ട ബ്രെഡും അയിന്റെ ഇടയിൽ ഒരു ബുൾസയും വെച്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പൊ സമയം ഏകദേശം ഒരു 11:45, 12 മണി ആയിട്ടുണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നേരെ ഒരു ഷാപ്പിലേക്ക് പോയി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് ഇനി പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. പക്ഷേ ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അങ്ങനെ ഇവിടെ എത്തിയിട്ട് എന്തെല്ലാം ഉള്ളേന്ന് അടുക്കളയിൽ കേറി നോക്കി. എളമ്പക്കയുണ്ട്, പിന്നെ ചെമ്മീൻ പൊരിച്ചതുണ്ട്. ഞമ്മളെ കടൽ ചെമ്മീനല്ലേ, നല്ല പുഴച്ചെമ്മീനാ. പിന്നെ ചിക്കൻ പാർട്സ് ഉണ്ട്, ബീഫുണ്ട്, കൊയല മുളകിട്ടയുണ്ട്, കടുവ പൊരിച്ചതുണ്ട്, പിന്നെ ചൂര മുളകിട്ടയുണ്ട്. അങ്ങനെ ഐറ്റംസ് കുറേയൊന്നുമില്ലെങ്കിലും കുറച്ചധികം ഉണ്ട് കേട്ടാ. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഷാപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഒരു 5 വെള്ളയപ്പം പറഞ്ഞ്, ഒരു കടുവ പൊരിച്ച പറഞ്ഞ്, ചൂര മുളകിട്ട പറഞ്ഞ്, കപ്പ പറഞ്ഞ്, ചെമ്മീൻ മുളകിട്ട പറഞ്ഞ്, ചിക്കൻ പാർട്സ് പറഞ്ഞ്, അങ്ങനെ ആടെ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ഐറ്റംസ് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫ് തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞേ. എനക്കെന്തോ യൂറിക് ആസിഡിന് വല്ലാത്തൊരു ചെറിയൊരു പേടി ഉണ്ട് ഇപ്പോൾ. കടുവ പൊരിച്ചത് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ മൂപ്പര് കുറച്ച് പൈസ കുറച്ചിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ 2 എണ്ണം തന്നു കേട്ടാ. പിന്നെ ഷാപ്പിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് പുറത്തിരുന്നിട്ട് സമാധാനത്തിൽ കഴിക്കാമെന്ന്. അങ്ങനെ ഒരു മൂലക്ക് 2 കസേരയിട്ട് അതിൻ്റെ അകത്ത് ഐറ്റംസ് എല്ലാം നിരത്തി വെച്ച് ഒരു കസേര ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഞാനും ഇരുന്നിട്ട് മെല്ലെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ. അടിച്ച് വെച്ച ആ കപ്പയിൽ ലേശം ചൂര മുളകിട്ടത് വെച്ചിട്ട് അതിലേക്ക് കടുക് പൊരിച്ചതും കൂടെ വെച്ചിട്ടാണ് ആദ്യം കഴിച്ച് തുടങ്ങിയത്. ആ മീൻ പൊരിച്ച് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്. മസാല പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, മസാല പിടിച്ചിട്ടുണ്ട്. ഫ്രഷ് ആണോ? ആ ഫ്രഷ് ആണ്. പക്ഷേ ചെറുതായിട്ടല്ല, കുറച്ച് നന്നായിട്ട് തന്നെ മണ്ണിൻ്റെ ഒരു ചൊഴയുണ്ടായിരുന്നു കേട്ടോ ആ കടുക് പൊരിച്ചതിന്. പിന്നെ ഇളമ്പക്കേനെ കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല, നൈസായിട്ടുണ്ടായിരുന്നു. ഇനി എന്നാൽ പിന്നെ മെല്ലെ നമുക്ക് ഈ വെള്ളയപ്പം കഴിക്കാൻ തുടങ്ങാം അല്ലേ? പിന്നെ റെസ്റ്റോറൻറ്റ്സിനെല്ലാം കിട്ടുന്ന പോലത്തെ മറ്റേ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പം പ്രതീക്ഷിച്ചിട്ട് ഒരു ഷാപ്പിലും പോണ്ടാ, കിട്ടൂല. പക്ഷേ ഇവിടുത്തെ വെള്ളയപ്പം ഉണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ ആരും ഉണ്ടേനു അതിൻ്റെ മേലെ. ആരും എന്ന് പറഞ്ഞാൽ ആ തോട്ടം പോലത്തെ കണ്ട അത്. ഈ ചൂര മുളകിട്ടയിലെ ചൂരക്ക് അത്യാവശ്യം നല്ല ചുഴയെല്ലുണ്ടേ. പക്ഷേ ആ മുളകിട്ടേന് വലിയൊരു വികാരം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ചെമ്മീൻ പൊരിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് കോയിൻ്റെ പാർട്സാണേ. ഇങ്ങളിത് കോരിയിടുമ്പോൾ എനിക്ക് കോയിൻ്റെ മറ്റേ ബാക്കിലത്തെ പാർട്സ് ഒന്നും വേണ്ടാന്ന് ഞാൻ മൂപ്പരോട് പ്രത്യേകം എടുത്ത് പറഞ്ഞു. കഴുത്ത് മാത്രം മതിയെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും മൂപ്പര് ബാക്കിലത്തെ ഒരറ്റം ഇട്ടിന്. നല്ല നാടൻ സ്റ്റൈലിൽ വെച്ച ചിക്കൻ പാർട്സിൻ്റെ ഒരു ഗ്രേവിയാണ് കേട്ടോ. അത് ഭയങ്കര മസാലേൻ്റെ പവറൊന്നുമില്ല. ഒരു നമ്മൾ വീട്ടിലെല്ലാം ആക്കുന്ന സാധാരണ ഒരു ചിക്കൻ കറിയില്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പം വെള്ളയപ്പോൾ ആ കോഴീൻ്റെ പാർട്സിലൊരു പീസും കപ്പിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടാ ഇങ്ങനെയല്ല അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. മെല്ലെ ആസ്വദിച്ച് കഴിക്കാമെന്നല്ലേ ഞാനും വിചാരിച്ചിന്. പക്ഷേ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്ഷമ. ആ 5 വെള്ളയപ്പെല്ലാം വേഗം തീർന്നിന്. പിന്നെ പോയി ചോദിച്ചാലും വെള്ളയപ്പമില്ല. അവസാനം ചെറിയൊരു കഷ്ണം പുട്ട് കിട്ടി. പിന്നെ ചെമ്മീനും ചിക്കനും പുട്ടും എല്ലാം കഴിച്ചേ. അപ്പോൾ അതെല്ലാമാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത്. ആകെ മൊത്തത്തിലായ ബില്ല് 750, അല്ല 775 ഉറുപ്പികയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ പോയ ഷാപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും ഇത് തന്നെയായിരിക്കും കേട്ടോ. ഫുഡ് എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു എബവ് ആവറേജ്. ചൂടില്ല, അതാണൊരു പ്രശ്നം. അപ്പോൾ സ്പോട്ട് നമ്മളെ പിണറായിക്കടുത്ത് കാളിയിലുള്ള കാളി കള്ളി ഷാപ്പാണേ. ഷാപ്പിന്ന് ആ മുളകിട്ട കറിയെല്ലാം നല്ലോണം നക്കി തുടച്ച് കഴിച്ചിട്ടാണോന്നറിയില്ല, മൊത്തത്തിലൊരു നെഞ്ഞ് വേകുന്ന പോലെ. പിന്നെ അത് ശരിയാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഞാൻ നേരെ നമ്മുടെ കുടിക്കുമട്ട നണിച്ചേരി കാവിൻ്റെ ഓപ്പോസിറ്റിലെ ആ ഗോൾഡൻ ഇളനീർ ജ്യൂസ് സെൻ്ററില്ലേ, ആടെ പോയിട്ട് മധുരമിടാത്തൊരു ഇളനീർ മിൽക്ക് വലിച്ചങ്ങോട്ട് കുടിച്ച് 2 ഗ്ലാസ് കുടിച്ചിന് കേട്ടോ. അന്നേരമാണെന്നൊരു ഒരാശ്വാസമായ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ ചെയ്ത് തീർക്കാൻ. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമോ ഞാനൊന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങി. ബൈക്കിലേനുവേ ഞാൻ ഉച്ചയ്ക്ക് കണ്ണൂരേക്ക് പോയത്. വെയിലെല്ലാം കൊണ്ട് ആകെ അലാക്കായി, ഭയങ്കര ചൂടും. എന്താ ഇപ്പം തണുപ്പ് പിടിച്ചിട്ട് ഒച്ചയെല്ലാം മാറിയത് അതുകൊണ്ടാണ്. ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയാലും പിന്നെ നോൺ വെജ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ നമ്മളെ കണ്ണൂർ ഒണ്ടേൻ റോഡിൽ ആലുക്കൽ നഴ്സിംഗ് ഹോമിൻ്റെ ഓപ്പോസിറ്റുള്ള ടേക്ക് വൈസ് പോയിട്ട് ആടുന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് സാലഡ് പ്ലാറ്റർ ഉണ്ട്, കോൾഡ് മെസി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഹമ്മൂസ് ഉണ്ട്, മുത്തബല്ലുണ്ട്, ബാബ ഗണേഷ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇതുണ്ട്, ഒരു ഒരു പ്ലേറ്റ് ടർക്കിഷ് ബ്രെഡും അതും കഴിച്ച്. എന്നിട്ട് ഏകദേശം ഒരു സന്ധ്യയായാലോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് കണ്ണൂരിൽ നിന്ന്. അവൻ അവിടുന്ന് കാറ് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം സർവീസ് ചെയ്ത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. നേരെ ഓൻ പറഞ്ഞു, വാ നമുക്ക് എന്തെങ്കിലും പോയിട്ട് കഴിച്ചിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കൂടെ നേരെ ചിക്കീസിൽ വന്നിട്ട് ഇവിടുത്തെ മറ്റേ 6 പീസിൻ്റെ ഗ്രിൽ ചിക്കൻ ഇല്ലേ, അതും കഴിച്ച്. ബന്ന് അത്ര പോരായിരുന്നു, പക്ഷേ ആ ചിക്കൻ കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. മസാലയെല്ലാം ശരിക്ക് പിടിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. ആ ചിക്കനും ബന്നെല്ലാം കഴിച്ച് കഴിഞ്ഞേരം എനക്കെന്തോ ഒരു ദോശയും നല്ല ചൂട് കാപ്പിയും കഴിക്കാനുള്ളൊരു തോന്നലേ. എന്തുകൊണ്ടാണെന്നൊന്നും എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് ഒരു പനീർ മസാല ദോശയും കഴിച്ച് പിന്നെ ഒരു കാപ്പിയും കുടിച്ച്. ആ പനീർ മസാല ദോശേൻ്റെ ഫ്ലേവർ ഒന്നും എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ശ്രീകൃഷ്ണാസ് വെജ് റെസ്റ്റോറൻ്റ് ആണ് അത്. അത് കഴിഞ്ഞിട്ട് പയ്യാമ്പലത്തോട്ട് നടക്കുമ്പോൾ ആടാ
അവിടെ ഒരു കല്യാണം. കുറേ ആളിങ്ങനെ കേറുകയും കീയെല്ലാം ചെയ്യുന്നു. പിന്നെ ഞാനും ബൈക്ക് അവിടെ സൈഡാക്കിയിട്ട് അവരെല്ലാം ഒരാളായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. എന്നിട്ട് അവിടുന്ന് വെള്ളയപ്പം എടുത്ത്, ഒരു പൊറോട്ട എടുത്ത്, ലേശം ചിക്കൻ കറി എടുത്ത്, കുറച്ച് ബിരിയാണി റൈസ് വാങ്ങിച്ച്, അതിൻ്റെ സൈഡിൽ ചിക്കൻ, ആ ബിരിയാണിയിലിടുന്ന ചിക്കൻ്റെ പീസ് 2 കഷ്ണം വാങ്ങിച്ച്, കുറച്ച് ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ട് ഒരു മൂലക്കവിടെ പോയിരുന്നിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ. അന്നെ വിളിക്കാൻ പറ്റാത്ത കല്യാണം ആയതുകൊണ്ട് ഞാൻ കുറേയൊന്നും കഴിച്ചിട്ടില്ല. ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടാ. അപ്പം ശരി.